എന്താണ് ഒരു ക്ലസ്റ്റർ ചർച്ച്? വാട്ട് ഈസ് എ ക്ലസ്റ്റർ ചർച്ച്? ഈ ദിവസങ്ങൾ ഒത്തിരി ഞാൻ പറയുന്നുണ്ട് ക്ലസ്റ്റേഴ്സ്. ദൈവം തന്ന ഒരു ദർശനപ്രകാരം ദൈവസഭയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നാളുകളിൽ സഭയെ ദൈവവചനപ്രകാരം ഒന്ന് റീഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു മുന്തിരിക്കൊല നമുക്കറിയാമല്ലോ. അപ്പം എന്താണിത്? പലരും ചോദിക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? എ ക്ലസ്റ്റർ ഇസ് എ സ്മോൾ ഗാദറിങ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ വൈൻ. അല്ലേ? എപ്പോഴും ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും അല്ലെങ്കിൽ ശാഖകളുമാവും. ആ ശാഖകളിലാണ് ശരിക്കും ഈ പറഞ്ഞ ഈ മുന്തിരിക്കൊലകൾ അത് കൊലച്ചു വരുന്നത്. ആ പഴം വന്ന് അത് കാണുന്നത് ആ മുന്തിരിവള്ളിയിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. ശാഖകളിലാണ് ഈ ക്ലസ്റ്റേഴ്സ് കാണപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ശാഖകൾക്ക് മാത്രമേ ഫലം കായ്ക്കാൻ കഴിയൂ. ആ ശാഖകളിൽ ഉണ്ടാകുന്ന ഫലം. അപ്പം ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ, അവർക്ക് വേണ്ടുന്ന എല്ലാം ലഭിക്കുന്നത് തലയായ ക്രിസ്തുവിൽ നിന്നായിരിക്കണം. അല്ലേ? ക്രിസ്തുവിൽ നിന്ന് ആണ് ആ ജീവൻ വരേണ്ടത്. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ആ ജീവൻ നമ്മളിലൂടെ വ്യാപരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഫലം കായ്ക്കുന്നത്. അപ്പം എക്ലീസിയ എന്ന പദത്തിൻ്റെ അർത്ഥം സഭയെന്നാണ്. അല്ലേ? സാർവത്രികമായ സഭ. അപ്പം ആ എക്ലീസിയ എന്ന ദൈവസഭയെ റിസംബിൾ ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം. ഒരു സഭയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമോ അതൊക്കെ ഈ ചെറിയ കൂട്ടത്തിലും ഉണ്ടാവാം. ശരിക്കും ഇറ്റ് റിസംബിൾസ് ദി എക്ലീസിയ ആൻഡ് ഹാസ് ദി എബിലിറ്റി ആൻഡ് ഫ്രീഡം ടു ഫങ്ഷൻ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ച്. അല്ലേ? ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന പോലെ ഫങ്ഷൻ ചെയ്യുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ ചെറിയ ക്ലസ്റ്ററിനുണ്ടായിരിക്കും. ഇനി ഈ ക്ലസ്റ്ററിനുള്ള മറ്റൊരു പ്രത്യേകത, ഈ മുന്തിരിപ്പഴത്തിനുള്ളിൽ വിത്തുകളുണ്ടെന്ന് ഓർക്കണം. ദി പവർ ഓർ ദി എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഇസ് ഇൻ ദ സീഡ്സ്. അല്ലേ? വിത്തുകളിലാണ്. ആ വിത്ത് എവിടെയാണ്? വിത്തിരിക്കുന്നത് ഈ പഴത്തിനുള്ളിലാണ്. അതിൻ്റെ അർത്ഥം ഈ ചെറിയ ക്ലസ്റ്ററിൽ വിത്തുകളുണ്ട്. ഈ വിത്തുകൾ തീർച്ചയായിട്ടും ഒരുപാട് ഫലം കായ്ച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ നമുക്ക് ശക്തി ലഭിക്കുന്നതും ഊർജം ലഭിക്കുന്നതും ജീവൻ തരുന്നതും എല്ലാം തലയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ മുന്തിരിവള്ളിയിൽ നിന്നാണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഓരോ ക്ലസ്റ്റേഴ്സും ഇറ്റ് വിൽ ബി യുണീക്ക്, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ അതിൻ്റെ ഘടനയിലും മട്ടിലും ഭാവത്തിലും ഒക്കെ ഒത്തിരി വ്യത്യാസം കാണും. എല്ലാ ക്ലസ്റ്റേഴ്സും ഒരുപോലെ നമ്മൾ ചിന്തിക്കരുത്. കാര്യം നമ്മളെല്ലാവർക്കും ഒത്തിരി വെറൈറ്റി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പം വെറൈറ്റി ഉള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കണം. അതിനെപ്പറ്റി ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നു കുറച്ചുകൂടി. ഇതൊക്കെ കാണുമ്പോഴും ഓർക്കണം, നമുക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊരുപാട് ഡൈവേഴ്സിറ്റി ഇൻ എക്സ്പ്രഷൻ. നമുക്ക് പലതരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ശുശ്രൂഷകൾ പലതരത്തിലായിരിക്കാം. അപ്പം അത് ഫങ്ഷണാലിറ്റി അതിലും ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. എങ്ങനെയാണൊരു ക്ലസ്റ്റർ ഗ്രൂപ്പ് കൂടുന്നതെന്നുള്ളത് ഒത്തിരി വ്യത്യാസം ഒരുപക്ഷെ കാണാം. ഒരേ പോലെ എല്ലാ ക്ലസ്റ്റേഴ്സും ചെയ്യണമെന്നില്ല, വ്യത്യസ്തമായിട്ട് ചെയ്യാം. പക്ഷേ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും വി ഷുഡ് മെയിൻറ്റെയിൻ പ്യൂരിറ്റി. ആ ഒരു നിർമ്മലത നമ്മൾ പാലിക്കണം. എന്തിലൊക്കെയാ? പ്യൂരിറ്റി ഓഫ് ഫെയ്ത്ത് ആൻഡ് ഡോക്ട്രിൻ. വിശ്വാസത്തിലും ഉപദേശങ്ങളിലും ആ നിർമ്മലത നമ്മൾ പാലിക്കണം. അല്ലേ? അത് നമ്മൾ വിട്ടുകളയരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞായറാഴ്ച രാവിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വരുമ്പോൾ, സഭയായി ഒരുമിച്ച് കൂടി ദൈവത്തെ പാടി ആരാധിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും അന്യോന്യമുള്ള കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയ കൂട്ടമായി പോകും. ആ വലിയ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇറ്റ് ബിക്കംസ് വെരി ഇംപേഴ്സണൽ. മറ്റേ ചെറിയ കൂട്ടമാകുമ്പം നമുക്ക് ഒത്തിരി അന്യോന്യം നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അന്യോന്യം നമുക്ക് അറിയാം ആരൊക്കെയാണ്. ഒരു കുടുംബത്തിൻ്റെ ഒരു അനുഭവം ഒരു ചെറിയ കൂട്ടത്തിലുണ്ടാവും, ഒരു വലിയ കൂട്ടത്തിലുണ്ടാകുകയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് ദ പ്രോഗ്രാംസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്സ്.
വലിയ പരിപാടികൾ നടത്തുന്നതിലോ വലിയ മീറ്റിങ്ങുകൾ നടത്തുന്നതിലോ വലിയ ആൾക്കൂട്ടത്തെ കൂട്ടുന്നതിലോ ഒന്നുമല്ല കാര്യം, ബന്ധങ്ങളിലാണ് കാര്യം. അതുകൊണ്ടാണ് ഈ ക്ലസ്റ്റർ ഗ്രൂപ്പ്സ് അവിടെ ഏറ്റവും നമ്മൾ വില കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വില പിടിപ്പുള്ളതായി നാം കാണേണ്ടത് ബന്ധങ്ങൾക്കാണ്. ബന്ധങ്ങൾ ഉണ്ടാവണം അവിടെ. അന്യോന്യമുള്ള കരുതൽ, അന്യോന്യമുള്ള സ്നേഹം, അന്യോന്യമുള്ള സഹായം, അന്യോന്യം ഉള്ള ആ ഒരു എന്താ പറയുന്നത്, അന്യോന്യം ആത്മീയവർദ്ധനയ്ക്കായി നമുക്ക് ഉത്സാഹിപ്പിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതിനാണ് ഇങ്ങനെയുള്ള കൊച്ചു കൂട്ടങ്ങൾ നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനായിരിക്കും? എൻ്റെ തുടക്കം വന്ന പോലെ ഈ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക്, 5 മണിക്കെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ബുദ്ധിമുട്ടുണ്ട്, ഒന്നാം ഞായറാഴ്ച ആയിരുന്നു, ചില ബുദ്ധിമുട്ടുണ്ട്. 6 മണി മുതൽ ഒരു 7:30 മണി വരെ മിനിമം, നിർബന്ധമല്ല 7 എന്നുള്ളത്, ചിലപ്പോൾ ചിലടത്ത് 8 മണി വരെ ആയിപ്പോയി, കുഴപ്പമില്ല. ഒരു 6 മണിക്ക് ഇപ്പം ആസ് ഓഫ് നൗ ഒരു 28ഓളം ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 28അല്ല, ഏകദേശം 30 എന്ന് കൂട്ടാം. ആ 30 ആ 30 ലീഡേഴ്സ്, അത് ചിലയിടത്തെങ്കിലും ഒരു ലീഡർ പോരെ, എപ്പോഴും 2 ലീഡേഴ്സ് ഉള്ളത് നന്നായിരിക്കും. 2 പേർക്ക് ചേർന്ന് ചെയ്യുന്നതായിരിക്കും അത് നല്ലത്. പിന്നെ ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നു, ഈ ലൊക്കേഷൻസ് എല്ലാം തന്നെ ഇംഗ്ലീഷ് സർവീസിന് വരുന്നവരുണ്ട്, മലയാളം സർവീസിന് വരുന്നവരുണ്ട്. അപ്പം ഇംഗ്ലീഷ് സർവീസ് വരുന്ന ആളാണ് ലീഡറെങ്കിൽ മലയാളം സർവീസ് വരുന്നവരെ അദ്ദേഹം അറിയുന്നില്ല. മലയാളം സർവീസ് വരുന്നവർക്ക് ഇവിടെ ഇംഗ്ലീഷ് സർവീസ് ഉണ്ടെന്ന് പോലും ചിലർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവിടെ ഒരു മിക്സ്ചർ നന്നായിരിക്കും. 2 ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഒരു കോർഡിനേറ്ററും കൂടെ. അദ്ദേഹത്തിൻ്റെ ജോലിയാണ് എവിടെയാണ് കൂടുന്നത് എല്ലാവരെയൊക്കെ അറിയിക്കുക. ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ കൂടെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പം കർത്താവിന് വെച്ചാൽ നമുക്ക് ഈ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കൊന്ന് ഒരുമിച്ച് കൂടാവുന്നതായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, കഴിയുന്നിടത്തോളം ചർച്ചിൽ വരുന്ന എല്ലാവരും തന്നെ അവിടെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് കൂടിയാൽ നന്നായിരിക്കും. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഏരിയ വൈസ് അറിയാമല്ലോ, ഒരു തിരുവനന്തപുരം പട്ടണത്തിൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നു എന്നുള്ളത് സ്ഥലം പേരും അവിടെ എവിടങ്ങളിൽ കൂടുന്നവരുടെയൊക്കെ അത്യാവശ്യം ഓർമ്മയിൽ നിന്നെടുത്തുണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. അല്ലാതെ വേറെ ഇവിടെ ഡേറ്റാ ബേസ് ഒന്നുമില്ല, ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ്. അതൊരു വലിയ ലിസ്റ്റാണെന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കാണും. പക്ഷേ ആ ലിസ്റ്റിൽ നിങ്ങൾ ചിലർ ഇതിനോടകം തന്നെ നിങ്ങൾ പല ശുശ്രൂഷകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും ഇതൊരു കൂട്ടായ്മ ഒരു അധിക ഭാരമാകുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും വരണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല, പക്ഷെ എല്ലാവരും വരണം. പക്ഷെ ആർക്കെങ്കിലും വരാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരിക്കണം. എനിക്കിത് ഇഷ്ടമല്ല, ഒരു കുഴപ്പമില്ല, വരണ്ട. അടുത്തത്, എനിക്കിതിൽ വിശ്വാസമില്ല. പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകട്ടെ. 3, എനിക്ക് ഈ വല്ലവരുടെയൊക്കെ വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ വീട് തുറക്കാനും ബുദ്ധിമുട്ടുണ്ട്, അതും മനസ്സിലാവും. എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ സ്വാതന്ത്ര്യമില്ല, അതും മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ കൂടി അല്ലെങ്കിൽ ചില സഭകളിലൊക്കെ ഒരുപാട് മുറിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച അവിടെ വന്ന് ആരാധിച്ചിട്ട് പോകുന്നതിൽ വേറെ വല്ല വിരോധമുണ്ടോ? വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വരത്തില്ല. അയ്യോ, ഒരു വിരോധമില്ല, വരണം. പക്ഷേ പ്രശ്നം, ഞായറാഴ്ച ക്രിസ്ത്യാനികളായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? വേദപുസ്തകത്തിലെ കൽപ്പനകൾ അന്യോന്യം അനുഷ്ഠിക്കേണ്ട കൽപ്പനകളാണ്. അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ക്ഷമിക്കണം, അന്യോന്യം കരുതണം, അന്യോന്യം ശ്രേഷ്ഠനെന്ന് എണ്ണണം, അന്യോന്യം നല്ല പ്രവൃത്തികൾക്ക് ഉത്സാഹിപ്പിക്കണം, അന്യോന്യം, അല്ലേ? ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അപ്പം എല്ലാം അന്യോന്യമാണ്. ഈ അന്യോന്യം ശുശ്രൂഷ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു അവസരം എന്ന് പറഞ്ഞത് ഞായറാഴ്ച വരുമ്പോഴല്ല. ചെറിയ കൂട്ടങ്ങൾ ഒരുപാട്, ഈ വൺ അനദറിങ് കമാൻഡ്സ് ഒത്തിരിയുണ്ട്. അത് നമുക്ക് ചെയ്യാനുള്ളൊരു പ്രാക്ടിക്കൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയുള്ള ചെറു കൂട്ടങ്ങൾ. പിന്നീട് ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പുതിയതായിട്ട് പലരും വരും. അവർ പലരും ഒക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നങ്ങ് സങ്കല്പിക്കുക. ചിലർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സത്യം പറയണമല്ലോ. ചിലർ രക്ഷിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നത്, ചിലപ്പോൾ സ്നാനപ്പെട്ടുകയാണ്, പക്ഷെ ഒന്നും അറിയത്തില്ല അവർക്ക്. അപ്പം അവരെ, പുതുവിശ്വാസികളെ പ്രത്യേകിച്ച് നർച്ചർ ചെയ്യണം, പരിപോഷിപ്പിക്കണം. അവിടെയാണ് സ്പിരിച്വൽ പേരൻസ്, ഒരു ആത്മീയ രക്ഷകർത്താവിൻ്റെ ആവശ്യം. ഈ ആത്മീയ രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റർ അല്ല. ഒരു ചെറിയ കൂട്ടത്തിൽ 5 കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്നെങ്കിൽ അതിലൊരു 4-5 പേരൊരു, അല്ലെങ്കിൽ ചിലരെങ്കിലും ഒരു ആത്മീയ രക്ഷകർത്താക്കളാവുമെങ്കിൽ അതൊത്തിരി നല്ലതാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം ആ കുഞ്ഞിന് മാതാപിതാക്കൾ ആവശ്യമാണ്, ഒരമ്മ ആവശ്യമാണ്, ഒരപ്പൻ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരുവൻ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, ദൈവ കുടുംബത്തിലേക്ക് വരുമ്പം അവനെ എടുത്ത് ഒന്ന് നർച്ചർ ചെയ്യുവാൻ, ഒന്ന് താലോലിക്കേണ്ടി വരും. ഒന്ന് ഈ പറഞ്ഞാൽ ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നമായിരിക്കും, കാരണം കുഞ്ഞുങ്ങളല്ലേ, നമ്മളെല്ലാം കുഞ്ഞുങ്ങളുള്ളവരല്ലേ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമുക്കറിയാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ. ക്രിസ്തുവിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഒത്തിരി പേര് സഭയിലുണ്ട്. അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ പ്രശ്നമൊക്കെ വരും കേട്ടോ.
അല്ലേ? അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഉണ്ട്, അല്ലേ? ഡിസോർഡറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് സ്പിരിച്വൽ പേരൻസ്, ആ സ്പിരിച്വൽ പേരൻറ്റിങ് ഒരുപാട് നടക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സിൽ. അതുപോലെ പാസ്റ്ററൽ കെയർ, ഒരു ഇടയൻ്റെ പരിപാലനവും കരുതലും ഒക്കെ അത് ഞായറാഴ്ച സ്റ്റേജിൽ നിൽക്കുന്ന പാസ്റ്റർക്ക് ഒത്തിരി കെയർ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ചെറിയൊരു കൂട്ടമാണെങ്കിൽ കുഴപ്പമില്ല, വലിയ കൂട്ടമാകുമ്പോൾ ഈ ചെറു ക്ലസ്റ്റേഴ്സിൽ അവിടെ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ ഇടയ പരിപാലനവും ഇടയ ശുശ്രൂഷയും ലഭിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം അതിനുള്ളൊരു നല്ല പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സിൻ്റെ ഇപ്പം നർച്ചറിങ് ആണ് ഒരു ഉദ്ദേശം. രണ്ടാമത് ഡിസൈപ്ലിങ്, അതായത് ശിഷ്യത്വം. നമ്മളെല്ലാവരും ശിഷ്യരായിരിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? ക്രിസ്തു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് ഗ്രേറ്റ് കമ്മീഷൻ എന്തോ, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് എന്ന്, പോയി ശിഷ്യരെ ഉണ്ടാക്കുവിൻ. ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുവിൻ, അല്ലേ? പക്ഷേ ഗ്രേറ്റ് കമ്മീഷൻ ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, പോയി ശിഷ്യരാക്കണം. അവിടെയാണ് ടീച്ചിങ്, അല്ലേ? ദൈവവചനം നമ്മൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം അവിടെയാണ് ദൈവവചനം നമ്മൾ ഒരുമിച്ച് വന്ന് പഠിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ക്ലസ്റ്റർ ലീഡർ ആണെങ്കിൽ നിങ്ങളെയും തൊട്ട് അങ്ങ് ടീച്ചർ ആവണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യണം? ഫെസിലിറ്റേറ്റ് ലേണിംഗ്. ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും ഒരു കാര്യം പഠിച്ചു എന്ന് ഉറപ്പാക്കുക, അല്ലേ? നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് എത്ര അറിവുണ്ടെന്ന് ആ അറിവെല്ലാം കൂടെ വിളമ്പാനുള്ള സ്ഥലമല്ല ക്ലസ്റ്റേഴ്സ്. ഫെസിലിറ്റേറ്റ് ലേണിംഗ്, അതാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനോടൊപ്പം ചേർന്ന് പോകേണ്ട ഒരു കാര്യമാണ് ഇവാഞ്ചലിസം. പോയി സകലരുടെ മുമ്പിൽ നിങ്ങൾ സാക്ഷികളാവും. അതിൻ്റെ അർത്ഥം ഈ സദ്വർത്തമാനം സകലരെയും അറിയിക്കണം. അതിനും കൂടിയുള്ള പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ്. 4 കുടുംബങ്ങൾ 5 കുടുംബങ്ങൾ നിങ്ങൾ ഒരുമിച്ച് എല്ലാ ആഴ്ചയും കൂടുന്നു. എന്തോ ഗുണം? നിങ്ങൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്, നല്ല കാര്യം. പക്ഷെ നിങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ട് ആരെങ്കിലും ഒരാൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയുന്നുണ്ടോ? ആരോടെങ്കിലും ഈ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾക്കൊന്ന് പ്രകടിപ്പിക്കാനോ അറിയിച്ചു കൊടുക്കാനോ കഴിയുന്നുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് എന്താ ഗുണം? എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഒരുമിച്ച് കൂടുന്ന ചില സെൽ ഗ്രൂപ്പുകളോ കെയർ സെല്ലുകളോ പല പേരുകളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? നിങ്ങൾ എല്ലാ ആഴ്ചയും കൂടുന്നത് എന്തോ ഗുണം? ഒരാളെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കുറച്ചാൾ കഴിഞ്ഞ് ചിലരൊക്കെ മടുത്തിട്ട് നിർത്തുവോ അല്ലെങ്കിൽ പിണങ്ങിപ്പോയിട്ടല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് പുതിയ ആൾക്കാർ, ഒരു കുടുംബത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം. അതുപോലെ നിങ്ങളുടെ കൊച്ചു കൂട്ടങ്ങളിൽ പുതുതായി ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ആൾക്കാർ വരുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ആ വീട്ടിൽ തന്നെ ഒരു ജീവൻ ഉണ്ടാക്കും, അല്ലേ? അതുപോലെയാണ് നിങ്ങളുടെ കൊച്ചു കൂട്ടത്തിലും പുതുതായി രക്ഷിക്കപ്പെട്ടു വരുന്നവർ വരുമ്പോൾ, ക്രിസ്തുവിൽ ശിശുക്കളായ ചിലർ ആ കുടുംബത്തിലേക്ക് വരുമ്പോൾ, അവർ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ആനന്ദവും അതൊന്ന് വേറെ തന്നെയാണ്. അതൊന്ന് അനുഭവിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അപ്പം ഇവാഞ്ചലിസം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഞാൻ 3 കാര്യം പറഞ്ഞു: നർച്ചറിങ്, ഡിസൈപ്ലിങ്, ഇവാഞ്ചലൈസിങ്, അല്ലേ? പരിപോഷിപ്പിക്കണം, ശിഷ്യരാക്കണം, സുവിശേഷീകരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരുമിച്ച് വരുന്നത് ഒരു കൂട്ടായ്മയ്ക്കാണെന്നാണ്, ഫെലോഷിപ്പ്. ഒരു സത്യം ഞാൻ പറയാം, ഫെലോഷിപ്പ് അല്ലെങ്കിലും ഉണ്ടെന്നേ. ഇപ്പം ഇങ്ങനൊരു ആവശ്യം, ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പം, എന്നിട്ട് ആ ഉദ്ദേശത്തിനായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം, ആ ഉദ്ദേശത്തിനായി നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പം, അതിനുള്ള നടപടികൾ എടുക്കുമ്പം, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പം, അതിനുവേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പം ഒക്കെ നമ്മൾ അറിയാതൊരു കൂട്ടായ്മ അവിടെ ഉണ്ടെന്നേ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ കൂടുക, ഈ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഫെലോഷിപ്പ്. ഇന്നത്തെ പ്രശ്നം എല്ലാവർക്കും ഈ ഫെലോഷിപ്പ് മാത്രം മതി. ആരോട് സുവിശേഷം പറയത്തില്ല, ശിഷ്യനാവണമെന്നും അറിയത്തില്ല. ഇനി അഥവാ ഒരാൾ പുതിയതായിട്ട് വന്നാൽ അയാളെ ഈ പറഞ്ഞ ഒരു കൂട്ടായ്മ വന്ന് വേണേൽ കൂടിയേച്ച് വയ്ക്കുമോ, പക്ഷേ ആത്മീയമായിട്ട് ആൾ വളരുന്നുണ്ടോ? അയാളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ കൂട്ടായ്മ കാണിക്കുന്നുണ്ടോ? ചിലർക്ക് സ്നേഹം വേണം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുടുംബം വേണം, ചിലർക്ക് അങ്ങനെ പല ആവശ്യങ്ങളാണ് ഓരോരുത്തർക്ക്. അതെല്ലാം കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? അതിനൊക്കെയാണ് ഈ ക്ലസ്റ്റർ ഗ്രൂപ്പുകൾ, ക്ലസ്റ്റർ ചർച്ച എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് ദയവായി ഈ ക്ലസ്റ്ററിലേക്ക് എല്ലാവരും കടന്നു വരിക. അടുത്ത ഞായറാഴ്ച ഞാൻ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ലസ്റ്ററാണ്. ഇനി നിങ്ങൾക്ക് ഒരു ക്ലസ്റ്റർ കണ്ടുപിടിക്കാൻ എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു ക്ലസ്റ്ററിലും പോകാൻ കഴിയാത്തവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു കോമൺ ക്ലസ്റ്റർ ചർച്ച് ഹാളിലും വന്ന് വൈകിട്ട് 6 മണിക്ക് ഉണ്ടാവും. പക്ഷെ അതൊരു സ്ഥിരം പരിപാടി ആക്കരുത്. ഈ ഞായറാഴ്ച വേറെ എങ്ങും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വരിക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി എല്ലാ ക്ലസ്റ്ററിലും പാസ്റ്റർ വരുമോ? ഇല്ല. കാര്യം ഞാൻ താമസിക്കുന്നിടത്തൊരു ക്ലസ്റ്ററിൽ ഒരു ഭാഗമാണ്. ഈ പ്രാവശ്യത്തെ ആ ക്ലസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കൂടാന്ന് വിളിച്ചു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ചുറ്റുമുള്ളവർ
മാത്രം വന്നാൽ മതി, ദൂരെയുള്ള ആരും അങ്ങോട്ട് വരരുത്. അതിൻ്റെ അർത്ഥം നമുക്ക് അവിടങ്ങളിൽ ഒരുമിച്ച് കൂടി. ഇപ്പം ഇതൊരു ഇനോഗ്രൽ സെഷൻസ് ആണ്, അതുകൊണ്ടാണ് ഞായറാഴ്ച വൈകിട്ട്. പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ആഴ്ചയിൽ കൂടാം. 2 ആഴ്ച കൂടുമ്പോൾ മതിയോ? മതി. മാസത്തിലൊന്ന് കൂടിയാൽ മതിയോ? മതി. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ഈ വിശ്വാസികൾ മാത്രം ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ക്ലാസ് ഇച്ചിരി കഴിയുമ്പോൾ ബോറടിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ അതിനെ ഒന്ന് ഒരു ഇവാഞ്ചലിസം ബേസ്ഡ് ക്ലസ്റ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എന്തിനാ? ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് യേശുവിൻ്റെ സാക്ഷികളായി പോകുന്നു. അതിനുവേണ്ടി മാത്രം ചില ക്ലസ്റ്റേഴ്സ് നമുക്ക് വേണേൽ കൂടാം. ടീച്ചിങ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിസൈപ്ലിംഗ് ക്ലസ്റ്റേഴ്സ്. വേറെ ചിലർ കൗൺസിലിംഗ്, ഒരുപക്ഷെ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയൊരു ക്ലസ്റ്ററായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാം. അടുത്തത് പ്രെയർ ആൻഡ് ഇൻ്റർസെഷൻ. ഇപ്പം ഹാർട്ട് ആൻഡ് ബൗൾ എന്നൊരു മിനിസ്ട്രി നമുക്കുണ്ട്. ഇതെല്ലാം ചേർത്ത് അങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ് നമുക്കുണ്ടാവാം. അടുത്തത് വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ക്ലസ്റ്റേഴ്സ്, അത് നമുക്കാവാം. അടുത്തത് യൂത്തിന്, നെക്സ്റ്റ് ജെൻ ഗ്രൂപ്പിനോട് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലസ്റ്റർ ഗ്രൂപ്പ്സ് ആയിട്ട് നിങ്ങൾ മാറിക്കൊള്ളുക. അതുപോലെ മേഴ്സി മിനിസ്ട്രി, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റു ചെയ്യാനുള്ള അങ്ങനെയുള്ള ചാരിറ്റി ക്ലസ്റ്റേഴ്സ് നമുക്കുണ്ടാവാം. അടുത്തത് ഈ മെഡിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഒത്തിരി ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഉണ്ടല്ലോ. ഇനി നിങ്ങളുടെ മാത്രം ഒരു കൂട്ടായ്മയല്ല, നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്. അത് സഭയ്ക്കുള്ളിലല്ല, പുറത്തുണ്ട്. അങ്ങനെ ഉള്ളിടത്തേക്കൊക്കെ പോകാനും വിസിറ്റ് ചെയ്യാനും അങ്ങനെയുള്ളവർ കൂടി ആ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ആ ഒരു മെഡിക്കൽ ക്ലസ്റ്റേഴ്സ് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ സീനിയർ സെയിൻസ് അല്ലെങ്കിൽ പ്രായമായവർക്ക് വേണ്ടി കരുതുന്ന, അവരെ പോയി കരുതുന്ന അങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ്. പിന്നെ ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ കഴിയാതെ വീടുകളിലായിരിക്കുന്ന പ്രായമുള്ളവർ, രോഗികൾ, കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരെ പോയി കണ്ട് അവരോടൊപ്പം, പ്രത്യേകിച്ച് ആദ്യത്തെ ഞായറാഴ്ച ആണെങ്കിൽ കമ്മ്യൂണിയൻ ക്ലസ്റ്റേഴ്സ്, അവരോടൊപ്പം ഒരു ചെറിയ കൂട്ടായ്മ സമയം ചെലവഴിച്ചിട്ട് അവർക്ക് തിരുവത്താഴും വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വരുന്നൊരു ക്ലസ്റ്റേഴ്സ്. ഇങ്ങനെ പലതരത്തിലുള്ള ക്ലസ്റ്റേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഔട്ട്റീച്ച് ക്ലസ്റ്റേഴ്സ്, പുറത്തുപോയി അല്ലാത്ത. അപ്പം ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ വക എസ്തേഴ്സ് ഗ്രൂപ്പിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ക്ലസ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. യങ് കപ്പിൾസ്, നിങ്ങൾക്കും ക്ലസ്റ്റേഴ്സ് ഉണ്ട്. യങ് കപ്പിൾസ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യാനും, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന ചില കാര്യപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനും, പുറത്തേക്ക് പോയി കർത്താവിൻ്റെ സാക്ഷികളാകാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കാനും. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ എല്ലാ ക്ലസ്റ്റേഴ്സിലും മേക്ക് എ പോയിന്റ് ടു ഇൻവൈറ്റ് സമ്മൺ ന്യൂ എവറി വീക്ക്. നിങ്ങൾ കൂടുമ്പോഴൊക്കെയും നിങ്ങൾ മാത്രം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ നെയ്ബേഴ്സിനെയോ നിങ്ങളുടെ റിലേറ്റീവ്സിനെയോ ഒക്കെ വിളിക്കുക. ചർച്ചിലോട്ട് വിളിച്ചാൽ ഇവർ വരത്തില്ല. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ ഒരു സെറ്റിങ്ങിലാകുമ്പോൾ വിളിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണോ, എന്നും വിളിക്കുന്നവരെ വിളിക്കാതെ വ്യത്യസ്തരായിട്ട് ആരെങ്കിലേക്ക് വിളിക്കാം. ആ പേരും പറഞ്ഞവർ വരുമ്പം നിങ്ങൾ വളരെ ഇൻഫോർമലായിട്ട് അവിടെ കൂടുക. എല്ലാം പാട്ടും പേടിയും പ്രാർത്ഥനയും അങ്ങനെ വേണ്ട, വ്യത്യസ്തമായിട്ട് കൂടുക. ബി ക്രിയേറ്റീവ്. ഓക്കെ, ദൈവത്തോട് ചോദിക്കുക, ദൈവം ജ്ഞാനം തരും. എല്ലാം ഒരുപോലെ ചെയ്യണ്ട. പലപ്പോഴും എല്ലാം നമ്മളങ്ങ് പ്രാർത്ഥനായോഗമാക്കുന്നുണ്ടാ കുഴപ്പം. അതുകൊണ്ട് ഈ ചിലരെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവർ ജീവനം കൊണ്ട് ഓടുന്ന കാര്യം ഇതാണ്. കാരണം അവർക്ക് മടുത്തു വല്ല പ്രാർത്ഥനയ്ക്കൊക്കെ പോയി. അതുകൊണ്ട് ദയവായി വ്യത്യസ്തമായിട്ട് ചെയ്യുക. ഇനി ഇതൊരു വീട്ടിൽ തന്നെ കൂടണമെന്നുണ്ടോ? ഇല്ല. ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൽ കൂടാം, ഒരു പാർക്കിൽ കൂടാം, ഒരു ഹോട്ടലിൽ കൂടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബീച്ചിൽ കൂടാം, എവിടെ വേണമെങ്കിലും കൂടാം, ലൂലു മാളിൽ വേണമെങ്കിലും കൂടാം, കുഴപ്പമില്ല. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവരാജ്യം വളരട്ടെ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിൽ നിറവേറട്ടെ. നമ്മുടെ ജീവിതങ്ങൾ നിറവേറട്ടെ, നമ്മുടെ കുടുംബങ്ങൾ നിറവേറട്ടെ, നമ്മുടെ സമൂഹത്തിൽ നിറവേറട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. സമൃദ്ധിയായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.